നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 294 പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയൊരു വിമാന അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 241 പേരും ഒപ്പം 5 മെഡിക്കൽ വിദ്യാർത്ഥികളും, സ്ഥലത്തുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളും 24 പ്രദേശവാസികളും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ ആളുകൾക്ക് അല്ലെങ്കിൽ ജീവൻ നഷ്ടമായ ആളുകളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം ധനസഹായം നൽകുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രണാമം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പ്രാർത്ഥനകളും നേരുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ നമുക്ക് മാർക്കറ്റിൻ്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ആഗോള വിപണികളുടെ ചൂട് പിടിച്ച് ആഭ്യന്തര വിപണിയും ഒരു നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. വലിയ തോതിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ അവസാന മണിക്കൂറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിപണികളെല്ലാം തന്നെ ഒരു പാനിക് സെല്ലിങ്ങിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 1% ഇടിവിൽ 254 പോയിന്റിന്റെ നഷ്ടത്തിൽ 24,888 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സും 823 പോയിന്റിന്റെ നഷ്ടത്തിൽ 81,691.98 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ സെഷനിൽ FISനെ സംബന്ധിച്ച് 3,831 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. DISനെ സംബന്ധിച്ച് 9,894 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ വിപണികളുടെയും ഒപ്പം തന്നെ US വിപണിയുടെയും പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് US വിപണിയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നാസ്ഡാക്ക് 0.24% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19,662 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം S&P 500 0.38% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 6,045 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 101 പോയിന്റിന്റെ നേട്ടത്തിൽ 42,967 എന്നുള്ള റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ബോയിങ്ങിൻ്റെ ഓഹരികൾ 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പുറമെ ഈ 5% ഒരു നഷ്ടമാണ് ബോയിങ്ങിൻ്റെ ഓഹരികളിൽ കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ സെഷനിൽ US വിപണിയെ സംബന്ധിച്ചൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകിയത് CPIയുടെ കണക്കുകൾ തന്നെയായിരുന്നു. അത് ഒരു പിന്തുണ നൽകിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഫ്യൂച്ചേഴ്സ് ഒരു വലിയ തോതിലുള്ള ഒരു ക്രാഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 600 പോയിന്റോളം ഒരു ഇടിവാണ് ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ വിപണികളും കനത്ത ഒരു സെൽ ഓഫ് കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഈ ഒരു സംഘർഷത്തിനെ തുടർന്ന്, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനെ തുടർന്ന് 7% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. സോ നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു കഴിഞ്ഞ സെഷനിലെ ആ ഒരു ഇടിവ് തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുന്നത്. കഴിഞ്ഞ സെഷനിലുള്ള ആ ഒരു നഷ്ടം തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കൂടുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു 200 പോയിന്റിന്റെ നഷ്ടത്തിലാണ് തുടക്ക വ്യാപാരം ആരംഭിച്ചത്. നിലവിലും ആ ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏഷ്യൻ വിപണികളും 1%-ലധികം ഒരു നഷ്ടം പല സൂചികകളും രേഖപ്പെടുത്തുന്നുണ്ട്. സോ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായ പ്രകാരം 25,200 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. സോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 25,200 എന്ന റേഞ്ച് തന്നെയാണ്. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ 25,000 എന്നുള്ള ഒരു ലെവലിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൗൺ സൈഡിൽ 24,850 തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 24,850 എന്നൊരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു ബെയറിഷ് സെന്റിമെന്റ് സൂചികയിലേക്ക് കടന്നു വരുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അതായത് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നേക്കാം. 24,850 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടന്നേക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സോ 24,850 തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി
ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു എക്കണോമിക് തലത്തിൽ പ്രധാനപ്പെട്ട ഡാറ്റ വന്നത് CPI കണക്കുകളായിരുന്നു. 2.82% മെയിൽ CPI ഡാറ്റകൾ വന്നിരിക്കുകയാണ്. 34 ബേസിസ് പോയിന്റിൻ്റെ കുറവാണ് ഏപ്രിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3.16% ഏപ്രിൽ രേഖപ്പെടുത്തിയിരുന്നൊരു CPI എന്ന് പറയുന്നത് 2019 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ഇപ്പോൾ CPI എത്തിയിരിക്കുന്നു. പണപ്പെരുപ്പം അതിൻ്റെ കൺട്രോളിലേക്ക് എത്തിയതായിട്ടാണ് കാണുന്നത്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറവ് തന്നെയാണ് ഇപ്പോൾ CPI കണക്കുകളിലും കാര്യമായിട്ട് പിന്തുണ നൽകിയിരിക്കുന്നത്. 2021 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കുകളിലേക്കാണ് ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. റൂറൽ ഇൻഫ്ലേഷൻ നോക്കുമ്പോഴും 2.59% കുറഞ്ഞിട്ടുണ്ട്. അർബൻ ഇൻഫ്ലേഷൻ 3.07% കുറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാറ്റഗറിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും വില കുറയുന്നൊരു സാഹചര്യം, പ്രത്യേകിച്ചും പച്ചക്കറികളുടെ വില നോക്കുന്ന സമയത്ത് 13.7% ഇയർ ഓൺ ഇയർ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മൊത്തത്തിൽ ഒരു വിലക്കുറവ് കാര്യമായിട്ട് തന്നെ ഇൻഫ്ലേഷനിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ ഇൻഫ്ലേഷൻ നോക്കുന്ന സമയത്തും 2.78% ചുരുങ്ങിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ CPI കണക്കുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ ഒരു ലെവലിലേക്ക് മെയ് മാസത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചറാണ് ഫോക്കസിൽ വെക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരിയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിസ്വിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ഓഹരികൾ വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2.28% അഡീഷണൽ സെയിൽസ് നടക്കുമെന്ന് അറിയുന്നുണ്ട്. അതോടൊപ്പം 3.6% സ്റ്റേക്കാണ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഓഹരി ശ്രദ്ധിക്കാവുന്നതാണ്. ടൊറൻ പവർ ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിക്ക് 300 മെഗാവാട്ടിൻ്റെ ഒരു വിൻഡ് പ്രൊജക്റ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ഈ ഒരു കരാർ കരസ്ഥമാക്കിയിരിക്കുന്നത്. 2650 കോടി രൂപയുടെ ഒരു കരാറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കനറ ബാങ്കാണ് മറ്റൊരു സ്റ്റോക്ക്. 9500 കോടി രൂപ 2026 സാമ്പത്തിക വർഷത്തിലേക്ക് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റേസിംഗ് നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ശ്രദ്ധിക്കാവുന്നതാണ്. DCM ശ്രീരാമാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക്. ഹിന്ദുസ്ഥാൻ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ 100% ഓഹരികളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. 375 കോടി രൂപയ്ക്കാണ് ഈ ഒരു ഏറ്റെടുക്കൽ നടക്കുക എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ജുബിലിയൻ ഫുഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ജുബിലിയൻ ഗ്രൂപ്പ് ഇപ്പോൾ ജുബിലിയൻ കമ്പനികളുടെ സ്റ്റേക്ക് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ജുബിലിയൻ ഫുഡിൻ്റെ 1.32 കോടിയുടെ ഓഹരികൾ വിറ്റഴിച്ചേക്കാമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജുബിലൻ ഫാർമോയുടെ 56 ലക്ഷം ഓഹരികൾ വിറ്റഴിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. ജുബിലൻ ഇൻഗ്രേവിയ എന്ന കമ്പനിയുടെ 1.2 കോടിയുടെ ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പ് വിറ്റഴിച്ചേക്കുമെന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത്. സോ നമുക്ക് ജുബിലൻ്റെ ഓഹരികളൊക്കെ തന്നെ ജുബിലൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ജുബിലൻ ഫുഡ് ഫോക്കസിൽ വെക്കാവുന്നതാണ്. CSB ബാങ്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്ക്. CSB ബാങ്കിനെ സംബന്ധിച്ച് പ്രളയ് മൊന്താലിനെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ICICI ബാങ്കാണ് മറ്റൊരു സ്റ്റോക്ക്. ICICI ബാങ്കിനെ സംബന്ധിച്ച് രാകേഷ് ജായെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് RBI അനുമതി നൽകിയിട്ടുണ്ട്. 2 വർഷത്തെ കാലാവധിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമനം നടത്തുക എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരികൾ നോക്കാം. അതിൽ ടൊറൻറ്റ് ഫാർമയുടെ ഓഹരികൾ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 3257 രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 3600 to 3700 എന്നൊരു റേഞ്ചിലായിരിക്കണം നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് 3098 രൂപയുമാണ്. ബൊണാൻസയിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള കുണാളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. RHI മഗ്നേഷ്യറ്റ എന്നുള്ള ഓഹരിയാണ് മറ്റൊന്ന്. ഈ ഒരു ഓഹരിയിൽ 580 to 620 രൂപ എന്നൊരു റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. 484 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് 435 രൂപയുമാണ്. ഇതും ബൊണാൻസയിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.